ഹലോ. അപ്പോൾ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. ഞാൻ നിഫ്റ്റിയിൽ എൻട്രി എടുക്കണോ അതോ ബാങ്ക് നിഫ്റ്റി എൻട്രി എടുക്കണോ എന്നുള്ള ഡൗട്ടിലുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു CSIടിക്കാണ് എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ നിന്നൊരു സപ്പോർട്ടൊന്ന് ആക്ട് ചെയ്തിട്ട് മേലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ CSIടിക്ക് ഒരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ എൻട്രി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് അത് PEC ആയിട്ടൊക്കെയാണ് ഞാൻ എൻട്രി എടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ അത് ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു സിക്ക് എൻട്രി എടുക്കാം. അതിപ്പോൾ നല്ല വോളറ്റിലിറ്റി ഇല്ലാത്ത കാരണം നമുക്ക് വലിയ ലോസൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് ഒരു CSIടിക്ക് ഒരു എൻട്രി എടുക്കാം. ഏകദേശം നമുക്ക് 46,200 ഒരു കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് ഞാൻ എൻ്റെ 10K ക്യാപിറ്റൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോട്ടാണ്. ഒറ്റ ലോട്ടിൽ നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഏകദേശം വീണ്ടും ഡൗണിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു പ്രീമിയം ഒരു 300ൻ്റെ ഒക്കെ എടുക്കുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമുക്ക് 2 ലോട്ട് 3 ലോട്ടൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഒരു ലോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന കാരണം എനിക്ക് മാക്സിമം എൻ്റെ ക്യാപിറ്റൽ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രീമിയത്തിൽ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ എൻട്രി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലെ നിന്നൊരു റെസിസ്റ്റൻസ് തട്ടിയിട്ട് താഴേക്ക് വന്നു. ഇവിടെ നിന്ന് സപ്പോർട്ട് തട്ട് നല്ല രീതിയിൽ ഹാമർ ക്യാൻഡിൽ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുന്നത്. വൈകാതെ തന്നെ വെയിറ്റ് ചെയ്യാതെ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ കണ്ടുകൊണ്ടാണ് അത്രയും കൺഫർമേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു എൻട്രി ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഇനി എന്തായാലും മാർക്കറ്റ് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. എത്രത്തോളം നമുക്ക് ടാർഗറ്റിലേക്ക് എത്രത്തോളം നമുക്ക് ടാർഗറ്റ് വരും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ലോസായിരുന്നു, ചെറിയ പ്രോഫിറ്റ് ആയിരുന്നു. മാർക്കറ്റ് അതുപോലെയായിരുന്നു കളിക്കുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് ഡേ ഒരു ഡേ മാത്രമാണ് നമുക്കൊരു അപ്പ് ട്രെൻഡ് കിട്ടിയിട്ട് പിന്നെ സൈഡ് വേസ്. അതും ഉച്ചയ്ക്ക് ശേഷം ട്രേഡ് എടുത്തിട്ട് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ മോർണിംഗ് അന്ന് നമുക്ക് ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ മോർണിംഗ് ഞാൻ റോങ് എൻട്രി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. CEൻ്റെ പകരം PE എടുത്തു. അപ്പോൾ അങ്ങനെ എനിക്ക് ചെറിയ ലോസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം മാർക്കറ്റ് പോകുമെന്ന്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ചതോടെ ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിച്ചു. 4.5Kൻ്റെ പ്രോഫിറ്റ് കാണിച്ചു. ഏകദേശം
60% അടുത്തോളം നമുക്ക് പ്രോഫിറ്റ് കാണിച്ചു. വീണ്ടും അതിപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1000 റുപ്പീസിൻ്റെ അടുത്തോളം നമുക്കത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിൽ അവസാനിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഏകദേശം നമ്മുടെ 3.5K നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ 3.6K ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, ബുക്ക് ചെയ്യാൻ പോകാൻ എൻട്രി എക്സിറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എൻട്രി എക്സിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ മാർക്കറ്റ് ഇനി എത്ര മുകളിലേക്ക് പോയാലും നമുക്ക് താഴേക്ക് വന്നാലും നമുക്ക് വിഷയമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മാർക്കറ്റ് ഞാൻ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത എൻട്രി എടുക്കുകയാണെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ എന്തിനാണ് മാർക്കറ്റിൽ നമ്മുടെ ടാർഗറ്റ് എടുത്ത് ഇറങ്ങണം എന്ന് പറയണത് എന്തിനാണെന്ന് ഇതുപോലെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ കാരണം വെച്ച് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് കറക്റ്റ് മാർക്കറ്റ് റിവേഴ്സലാണെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ള വ്യൂ എനിക്ക് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല രീതിയിലൊരു റെസിസ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയത്. പിന്നെ ആ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ്, അതായത് റിവേഴ്സിലേക്ക് പോകാനുള്ളതാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണോ എൻട്രി എടുത്തത്, ഹാമർ ക്യാൻഡിലാണ് കണ്ടിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്, അതേപോലെ മേലെന്ന് ഇൻവേർട്ടഡ് ഹാമറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാന്നുകൊണ്ടാണ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് ആയത് എന്തായാലും നന്നായി. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കെല്ലാം കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ ആക്ട് ചെയ്തു. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ എത്ര മണിക്കൂർ അതിനെക്കാട്ടും ഡബിൾ മടങ്ങിൽ സ്പീഡിൽ ഡൗണിലേക്ക് വന്നു. മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് എടുത്ത് ഇറങ്ങി വീണ്ടും വേറൊരു എൻട്രി എടുത്തില്ല. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ഗോളുണ്ട്. അപ്പോൾ ഡെയിലി ഇത്ര നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു പോയിൻ്റ് നമുക്ക് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കാൻ നമ്മൾ ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇതെല്ലാം നമുക്ക് എന്തിനാണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ടാർഗറ്റ് ആവശ്യമില്ല, സ്റ്റോപ്പ് ലോസ് ആവശ്യമില്ല, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ വൃത്തിയായിട്ട് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി നാളത്തേക്ക് നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം.